ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുകയാണ്. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവയുടെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കൊല്ലം ജില്ലയിൽ ഈ മാസം 29 വരെ എല്ലാ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധിക്കാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രം. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദിയും തൃണമൂൽ കോൺഗ്രസിനായി മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായ മമതാ ബാനർജിയും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും പ്രചാരണത്തിൽ സജീവമാണ്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിൽ 84.69%, പശ്ചിമബംഗാളിൽ 91.78% പോളിംഗ് ശതമാനം. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന SD കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിൽ ഇന്ന് ചേരുന്ന ഒരു ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്രാജ് ചൌധരി ഇന്ന് വിശ്വാസ വോട്ട് തേടും. സമ്മേളനം ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി വിശ്വാസ വോട്ട് തേടുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഈ മാസം 15-നാണ് സമ്രാജ് ചൌധരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര പഞ്ചായത്തി രാജ് സഹമന്ത്രി SP സിംഗ് ബാഗേൽ പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 73ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഇന്ന് കൂടി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികൾ വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും അശ്വിനി വൈഷ്ണവും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായി ഉന്നതതല യോഗം ചേർന്നു. ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉയർന്ന തോതിലുള്ള ജാഗ്രത, തയ്യാറെടുപ്പ്, മികച്ച ഏകോപനം എന്നിവ ആവശ്യമാണെന്ന് ധനമന്ത്രി അറിയിച്ചു. വെല്ലുവിളികളോട് വേഗത്തിലും ഫലപ്രദമായും പ്രതികരിക്കുന്നതിന് ഏകോപിതമായ സംവിധാനം വികസിപ്പിക്കണമെന്നും ഇതിനായി സൈബർ സുരക്ഷാ പ്രൊഫഷണലുകളുടെയും ഏജൻസികളുടെയും സേവനം പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരേന്ത്യൻ മേഖല കാർഷിക സമ്മേളനം ഇന്ന് ലഖ്നൌവിൽ നടക്കും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ചടങ്ങിൽ പങ്കെടുക്കും. കീടനാശിനികളും വളങ്ങളും നിയന്ത്രിക്കുക, വളങ്ങളുടെ കള്ളക്കടത്ത് തടയുക, വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, സന്തുലിതമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർണായക വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശം നൽകി. ഇന്നലെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതേസമയം അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിക്കുകയായിരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഈ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നവർക്കായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ G. പ്രിയങ്ക. 5492 സ്ത്രീകൾ ഉൾപ്പെടെ 8341 തീർത്ഥാടകരാണ് ഇത്തവണ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി യാത്ര തിരിക്കുന്നത്. ഈ മാസം 30-ന് ആദ്യ സംഘം യാത്ര പുറപ്പെടുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് വിമാന സർവീസുകൾക്ക് തുടക്കമാകും. ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗേക്വാഡിന് സ്വർണം. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് ഈ മെഡൽ നേട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.